കർത്താവേ, ഈ സമയത്തിനായിട്ട് നന്ദിയുടെ സ്തോത്രം. ഞങ്ങൾക്ക് കർത്താവേ ഞങ്ങളുടെ വചനം ദാനമായിട്ട് തന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിൻ്റെ നടത്തിപ്പിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ കണ്ണുകളെ കർത്താവെ, ആത്മീയ കണ്ണുകളെ ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് തുറക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ അവസാന നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ ഹല്ലേലൂയ ഞങ്ങളെയൊക്കെ കർത്താവെ ജീവിപ്പാൻ അങ്ങ് സഹായിക്കുന്ന എല്ലാ വഴികൾക്കായിട്ടും വിധങ്ങൾക്കായിട്ടും സ്തോത്രം. കർത്താവെ, അങ്ങയുടെ ആ സഹായം കർത്താവെ ഹല്ലേലൂയ അങ്ങയുടെ നടത്തിപ്പ് ഞങ്ങൾ ഏറ്റെടുത്ത് അതിനർത്ഥമായിട്ട് ജീവിപ്പാൻ ഞങ്ങളൊക്കെ അങ്ങ് ഈ ദിവസങ്ങളിൽ സഹായിക്കാനായിട്ട് സ്തോത്രം. നിങ്ങളുടെ വെളിച്ചം ശോഭിക്കട്ടെ എന്ന് കർത്താവെ അങ്ങ് പറഞ്ഞല്ലോ. ഹലോ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായിട്ട് തന്ന വെളിച്ചം കർത്താവെ ചുറ്റുപാടുമുള്ള ആൾക്കാരിലേക്ക് ശോഭിപ്പാൻ, ഹലിയോ രോഗികളെ കർത്താവ് സൗഖ്യം വരുവാൻ വേണ്ടി കർത്താവ് ഞങ്ങളെ തന്നെ ഒരു ചാനലാക്കി ഞങ്ങളെ താഴ്ച സമർപ്പിക്കുന്നു. ചുറ്റുപാടുമുള്ളവർ കർത്താവെ ആത്മീയ ജീവിതത്തിൽ ഒരു എക്സാമ്പിളായിട്ട് ഹലിയോ കർത്താവെ അങ്ങ് ഞങ്ങളെല്ലാവരും ആക്കി വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അനേകം കർത്താവെ ബൈബിൾ വായിക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ കർത്താവെ സ്വഭാവം, ഞങ്ങളുടെ ഇടപെടൽ കർത്താവെ കാണുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ അത് കർത്താവെ അങ്ങേ സത്യമായിട്ട് കർത്താവെ എത്രയും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യാൻ ഈ ദിവസങ്ങളിൽ അങ്ങ് സഹായിക്കുവാൻ വേണ്ടി കർത്താവ് ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ തയ്ച്ച് ഞങ്ങളുടെ സന്ധിയിലിരിക്കുമ്പോൾ കർത്താവെ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളുടെ ഇടപെടുന്നതിനായിട്ട് സ്തോത്രം. അതിൻ്റെ സത്യങ്ങൾ ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കുവാൻ കർത്താവെ അതിൽ ജീവിപ്പാൻ അങ്ങ് സഹായിക്കാനായിട്ട് സ്തോത്രം. ഈ സമയത്തിനായിട്ട് സ്തുതിക്കുന്നു. കർത്താവ് കടന്നു വന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം. കടന്നു വരാൻ പറ്റാത്ത എല്ലാവരുടെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ചമർപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ ക്രിസ്തീയ വിശ്വാസികളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ചമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, വചനം അനുസരിക്കുന്നവരും വചനം അനുസരിക്കാത്തവരും വചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാകാതിരിക്കുന്നവർക്കും മനസ്സിലായവരെല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ചമർപ്പിക്കുന്നു. എല്ലാ ക്രിസ്ത്യൻ മിനിസ്റ്റേഴ്സിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ചമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്ന എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ചമർപ്പിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ അവർ കർത്താവെ അങ്ങയുടെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ എല്ലാവരും അങ്ങ് സഹായിക്കാനായിട്ട് സ്തോത്രം. എല്ലാവരും കർത്താവെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ചെറിയ ചെറിയ ജീസസിൻ്റെ റിഫ്ലക്ഷൻസ് ആയിട്ട് ആയിരിക്കാൻ കർത്താവ് അങ്ങ് സഹായിക്കാനായിട്ട് സ്തോത്രം. ഹലോ, ഞാൻ എൻ്റെ ആത്മാവിൻ്റെ സകല ജഡത്തിൻ്റെ മുകളിൽ പകരുമെന്ന് കർത്താവ് ഞങ്ങളുടെ വചനം ഉണ്ടല്ലോ. യേശു നാമത്തെ അത് ഈ ദിവസങ്ങളിൽ കർത്താവ് സംഭവിക്കട്ടെ. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്ന ഈ സമയത്തിനായിട്ട് സ്തോത്രം. യേശു നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയൊരു പോർഷൻ ഹിൻഡ്രൻസസ് ടു നമ്മൾ എന്തുവരും നോക്കിയത്? ഓപ്പൺ ഡോഴ്സ് അല്ലേ? അപ്പോൾ ഓപ്പൺ ഡോഴ്സിൻ്റെ ഒരു ഭാഗമായിട്ട് പാപത്തിൻ്റെ ഒരു വിഷയം കിടക്കുന്നത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് പാപമെന്ന് പറയുമ്പം നമ്മൾ സിൻ ഹാൻഡിൽ ചെയ്തില്ലല്ലോ അല്ലേ ഇതുവരെ? ഇല്ല. നമ്മൾ സിൻ എന്ന് പറയുമ്പം എല്ലാവരും പൊതുവെ ചിന്തിക്കുന്നത് പല കാര്യങ്ങളാണ്. നമ്മളത് വിൽ സീ ഇറ്റ്. ഓക്കെ, സോ നമ്മൾ സെക്കൻഡ് ജീസസ് റെക്കോർഡിങ്. ഓക്കെ, നമ്മൾ പാപം എന്ന് പറയുമ്പം പലരും പല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കേൾക്കാമോ? ഇച്ചിരി കുറവാ ശബ്ദം. ഓക്കെ, ഇപ്പോഴോ ബെറ്ററാണോ? ഞാൻ നോക്കട്ടെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, മൈക്ക് ഓക്കെ, ഇച്ചിരി അടുത്ത്. ഓക്കെ, ഇപ്പം ബെറ്റർ ആണോ? അപ്പം നമ്മൾ സിൻ എന്ന് പറയുമ്പം ആൾക്കാരും പലപ്പോഴും പലത് ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. ഓക്കെ, നമ്മൾ നോക്കുമ്പം ബൈബിളും പ്രകാരം നമ്മുടെ ഓപ്പൺ ഡോഴ്സിൻ്റെ ഒരു മേജർ അല്ല, ഓപ്പൺ ഡോഴ്സിൻ്റെ ഒരു എല്ലാ കോസും ഫണ്ടമെന്റലി സിന്നും കൊണ്ടാണല്ലോ. ഓക്കെ, അപ്പം നമ്മൾ സിന്നിനെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത് ഒത്തിരി അത്യാവശ്യമാണ്, നല്ലതുമാണ്. അപ്പം നമ്മളെല്ലാവരും സിന്നിനെ പറ്റി എപ്പോഴും നമ്മൾ ചിന്തിക്കുമല്ലോ. സിന്നിനെ പറ്റി ചിന്തിക്കാത്ത ഒരു വിശ്വാസിയില്ല അല്ലേ?
ഒരു വിശ്വാസിയല്ല, ലോകത്തിൽ ആരുമില്ല സിന്നിനെ പറ്റി ചിന്തിക്കാത്തത്. സോ വി വിൽ ജസ്റ്റ് ടേക്ക് എ ലുക്ക്. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം. സിന്നെന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ഒത്തിരി ദൂരെയാണോ? പൊതുവെ ഈ ജഡത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സിൻ ഇസ് ക്ലോസ് ബൈ, അല്ലേ? അല്ലേ, നമ്മൾ ജഡത്തിൽ ജീവിക്കുന്ന ആളുകളെല്ലാം നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് പാപം. നമ്മുടെ പാപം ഏതൊക്കെ വിധത്തിൽ വരാം? നമ്മുടെ പാപം നമ്മുടെ ഫ്ലഷിൽ കൂടെ ഫണ്ടമെന്റലി വരുന്നത്, അല്ലേ? അപ്പം നമ്മുടെ ഫ്ലഷിൽ കൂടെ വന്നാലും നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരായോണ്ട് നമ്മുടെ ജഡത്തിൽ കൂടെ വന്നാലും ജഡത്തിൽ വരാൻ രണ്ട് സോഴ്സസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഫ്ലഷ് തന്നെ. ഓക്കെ, അത് സൈറ്റനിക് ഇൻവോൾവ്മെന്റ് ഇല്ല, ഡിമോണിക് ഇൻവോൾവ്മെന്റ് ഇല്ല. വേറൊരു സോഴ്സ് സൈറ്റനിക് ഇൻവോൾവ്മെന്റിൽ കൂടെ. ഓക്കെ, സൈറ്റനിക് ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പം നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് ഓക്കെ, സൈറ്റനിക് ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഓക്കെ, നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, ഓക്കെ, ഒന്നെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ജോലിപ്പുറത്താ, അല്ലെങ്കിൽ എന്തെങ്കിലും വെളിയിൽ ഗാർഡനിങ്ങിന്റെ പുറത്താ, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക നിർത്തും. സഡൻലി നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ആരോ നമ്മളെ ഷൂട്ട് ചെയ്തു. ഓക്കെ, ഒരു ആരോ ഷൂട്ട് ചെയ്ത് അത് ദൈവഹിതമായിട്ടുള്ളൊരു ചിന്തയല്ല. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം പാപം എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങേ അറ്റത്തോട്ട് പോകും. അങ്ങേ അറ്റത്തോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഒരാളെ പറ്റി ദൈവഹിത പ്രകാരം അല്ലാതെ നമ്മൾ ചിന്തിച്ചു. ഓക്കെ, ഒരു തോട്ട് നമ്മുടെ തലയ്ക്കകത്ത് ക്രോസ് ചെയ്തു. തോട്ട് ക്രോസ് ചെയ്തത് പാപമാണോ? ആ ഒരു സെക്കൻഡിലേക്ക് തോട്ട് ക്രോസ് ചെയ്യുന്ന പാപമല്ല. ഓക്കെ, നമ്മൾ ആ തോട്ടിനെ എടുത്തു നട്ടു നമ്മുടെ ഉള്ളിൽ, അത് കിളിക്കാൻ തുടങ്ങി, അപ്പോഴത് സിന്നാകുന്നത്. മനസ്സിലായോ? ഈ ജെയിംസ് ചാപ്റ്റർ 1:12-15 എന്ന് വായിച്ചേ. ജെയിംസ് ചാപ്റ്റർ 12, ചാപ്റ്റർ 1:12-15. വായിച്ചോ, ആരെങ്കിലും വായിച്ചോ. വായിച്ചോ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. അപ്പൊ ഇതൊരു ഫണ്ടമെന്റൽ സിന്നിന്റെ പ്രോസസ്സാ. ഓക്കെ, കണ്ടല്ലോ. അപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ വേഴ്സ് 13 നമ്മൾ വായിച്ചാണ്, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. 14 ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. അപ്പം ഒരുവൻ ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നത്, and every man is tempted when he is drawn away of his own lust and enticed. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു കള്ളുകുടിയന്റെ കാര്യം എടുക്കുക. ഓക്കെ, ഒരു കള്ളുകുടിയന് എന്തോ പ്രശ്നം? കള്ളുകുടിയന്റെ കള്ള പ്രശ്നം, അല്ലേ? അപ്പം കള്ളുകുടിക്കകത്ത് പെട്ട് കിടക്കുന്നവന് ആൽക്കഹോൾ ഒരു വീക്ക്നെസ്സാ, അല്ലേ? അപ്പം ഞാൻ ജീവിതത്തിൽ കള്ളു കുടിച്ചിട്ടില്ല. ഓക്കെ, എൻ്റെ മുമ്പേ 20 കുപ്പി കൊണ്ടുവച്ചാൽ എനിക്കത് ഞാൻ ചിലപ്പം കാണത്ത് പോലും ഇല്ല. ബിക്കോസ് എനിക്കത് വീക്ക്നെസ് അല്ല. പക്ഷെ അതേ സമയത്ത് വീക്ക്നെസ് ഉള്ള ഒരുത്തൻ എന്നാ പ്രശ്നം? ഓർത്ത് നോക്കാവുന്ന ഓക്കെ, ഇതൊരു ടിപ്പിക്കൽ സിനാരിയോ. ആദ്യം എന്ത് പറ്റും? ഒരു കുപ്പി ഇരിപ്പുണ്ട്. ഓർത്ത് നോക്കുക, ഈ പുള്ളി വിശ്വാസത്തിൽ നടക്കുന്നൊരു വിശ്വാസത്തിലോട്ട് പുതിയതായിട്ട് വന്നൊരു വ്യക്തിയാന്ന് ഓർത്തു.
അപ്പൊ ഇവന്റെ ഫോർ എക്സാമ്പിൾ ഇവന് ഫ്രണ്ട്സിൻ്റെ കൂടെ താമസിക്കുന്നവർക്ക്, അപ്പം ഫ്രണ്ട്സ് കുടിക്കുന്നവരാ. അപ്പം അവിടെ റൂമിൽ ഒരു കുപ്പി ഇരിപ്പുണ്ടെങ്കിൽ, 1-2 കുപ്പി ഇരിപ്പുണ്ടെങ്കിൽ, ഇവനാണെങ്കിൽ അത് ഏറ്റവും ആദ്യം കാണും അല്ലേ, കണ്ടു കഴിഞ്ഞ് ഓടിപ്പോയി കുടിക്കില്ല. അപ്പം കണ്ടു, അപ്പൊ ആദ്യം അവനത് ഇഗ്നോർ ചെയ്തു. അപ്പം ഇച്ചേനും കഴിഞ്ഞ് അതുവഴി പിന്നെ പോയപ്പോ അത് പിന്നെയും കണ്ടു. അപ്പൊ അവൻ്റെ ഒരു അട്രാക്ഷൻ മാഗ്നറ്റ് ഒട്ടുന്ന പോലെ. അപ്പൊ ഇതെന്തോ സാധനം, ഒന്ന് നോക്കട്ടെ, എനിക്ക് ലേബല് കാണാൻ പറ്റുന്നില്ല. ചുറ്റിപ്പറ്റി പോയി അടുത്ത് പോയി നോക്കി. അടുത്ത് പോയി നോക്കിയിട്ട് 3-ാമത്തെ 4-ാമത്തെ പ്രാവശ്യം അതൊന്ന് എടുത്ത് നോക്കി. അപ്പോഴത്തേക്ക് ആ അട്രാക്ഷൻ കൂടുക. അവസാനം അതൊന്ന് തുറന്നൊന്ന് വെച്ചൊന്ന് മണപ്പിച്ച് നോക്കണം. അപ്പോഴത്തേക്ക് അവൻ പോയി. ഇല്ലേ? ഇതല്ലേ ടിപ്പിക്കൽ സിൻ. അപ്പം അതിപ്പം ഞാൻ ആൽക്കഹോളിന്റെ കേസ് എടുക്കുന്നേ ഉള്ളൂ. ഓർത്ത് നോക്ക്, നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ സിന്നിന്റെ പ്രോസസ്സ് ഫിസിക്കലിലായിരിക്കണമെന്നില്ല, മെന്റലിലാകാം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തു, അപ്പൊ ആരെയും പറ്റിയെങ്കിലും നെഗറ്റീവായിട്ട് മോശമായിട്ടൊരു ചിന്ത നമ്മുടെ മനസ്സിൽ സൈറ്റൻ ഷൂട്ട് ചെയ്തു. ഓക്കെ, അപ്പം സൈറ്റന് അറിയാം നമ്മുടെ വീക്ക്നെസ് എന്തുവന്ന്. അപ്പം ആ ഒരു ആരോ ഷൂട്ട് ചെയ്തു, നമ്മളത് ഇഗ്നോർ ചെയ്തു. 2 മിനിറ്റ് കഴിഞ്ഞ് സൈറ്റൻ ആരോ കൊണ്ട് പിന്നെയും വരും. ഓക്കെ, അവനറിയാം നമ്മുടെ വീക്ക്നെസ് എന്തുവന്ന്. ബിക്കോസ് അവന് നമ്മുടെ ഹി കനോട്ട് റീഡ് യുവർ മൈൻഡ്. ഓക്കെ, ഇതൊരു ക്രൂഷ്യൽ ഒരു സാധനമാണ്. സൈറ്റന് നമ്മുടെ മനസ്സ് റീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം സൈറ്റന് നമ്മുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സൈറ്റന് നമ്മുടെ റിയാക്ഷൻസ്, പഞ്ചേന്ദ്രിയങ്ങളുടെ റിയാക്ഷൻസ് അതിന് കാണാൻ പറ്റും. അപ്പം അവന് നമ്മുടെ നോട്ടം, നമ്മുടെ കേൾവി, നമ്മുടെ ആക്ഷൻസ് എല്ലാം അവന് ശ്രദ്ധിക്കാം. അവന് കഴിഞ്ഞ 6000 വർഷമായിട്ട് മനുഷ്യനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അല്ലേ? അപ്പോഴ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിയാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ജനറലി ആക്യുറേറ്റ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ഫോർ എക്സാമ്പിൾ, ഏത് കൂട്ടായ്മയിലും മിക്കവാറും ഒരു ഓൾമോസ്റ്റ് 50 to 60 to 70% people have some sickness or the other. ഓക്കെ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ചിലപ്പം കുറവായിരിക്കും, പക്ഷെ ജനറലി ദിസ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം ഫോർ എക്സാമ്പിൾ, ഒരു വർഷം ഇത്രായിരം പേര് ഇന്ന അസുഖം കൊണ്ട് പ്രശ്നത്തിലാവും. അത് മിക്കവാറും ജനറലി എടുത്താൽ ദാറ്റ് ഇസ് 100% ആക്യുറേറ്റ്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ഇവനറിയാം നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു. അതല്ലാതെ നമുക്കൊക്കെ പേഴ്സണലി ഏഞ്ചൽസ് ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് പേഴ്സണലി ദൈവം ഏഞ്ചൽസിനെ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈറ്റനും അവന്റെ ഡീമൺസിനെ നമുക്ക് പേഴ്സണലായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർക്ക് നല്ലതായിട്ട് അറിയാം നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന്. ബിക്കോസ് ഇവർ നമ്മൾ കാണുന്ന അല്ലേ, 24/7 നമ്മൾ ഒബ്സർവേഷൻ വാർഡിലാണ് നമ്മൾ സൈറ്റന്റെയും ഏഞ്ചൽസിന്റെയും. അപ്പൊ ഇവര് നമ്മളെ കാണുന്നതുകൊണ്ട് ദേ നോ വേർ എക്സാക്ട്ലി ഇസ് യുവർ വീക്ക്നെസ്. അപ്പം ഒരു പ്രാവശ്യം ഒരു ആരോ ഷൂട്ട് ചെയ്തു, നമ്മളത് ഓവർകം ചെയ്തു, അല്ലെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്തു. നമ്മുടെ വീക്ക്നെസ് അനുസരിച്ചിരിക്കും പിന്നെ ആ കുപ്പിയുടെ അടുത്ത് പോകുന്നോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പം നമ്മളത് പിന്നെ കുപ്പിയുടെ അടുത്തോട്ട് പോകുന്നതായിട്ട് ഇവൻ കാണുവാണെങ്കിൽ ഇവനെയും പിന്നെ ഒന്നും കൂടെ ഷൂട്ട് ചെയ്യും, പിന്നെ ഒന്നും കൂടെ ഷൂട്ട് ചെയ്യും, പിന്നെ ഒന്നും കൂടെ ഷൂട്ട് ചെയ്യും. ഷൂട്ട് ചെയ്ത് നമ്മൾ വീഴുന്നിടം വരെ ഇവൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വാ തുറന്ന് എന്തെങ്കിലും പറയണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഇവൻ മനസ്സിലാക്കണം ഇറ്റ്സ് യൂസ്ലെസ് എന്ന്. നമ്മുടെ ആറ്റിറ്റ്യൂഡും കൊണ്ട് നമ്മൾ ഇതിനെ ഓവർകം ചെയ്താലും ചിലപ്പോൾ ഒരുപക്ഷെ സൈറ്റൻ ഷൂട്ട് ചെയ്യും ആൻഡ് വി വിൽ ബി ഏബിൾ ടു ഈസിലി ഇഗ്നോർ ഇറ്റ്. അപ്പം ഫണ്ടമെന്റലി നമ്മുടെ വീക്ക്നെസ് കാരണമാണ് നമ്മൾ ഓരോരോ പാപങ്ങളിൽ പെടുന്നത്. അല്ല ദൈവം എല്ലാവരെയും പരീക്ഷിക്കുന്നു. ഓക്കെ, എന്തോ Genesis chapter 4 verse 7 എന്ന് നോക്കിക്കേ. Right. Genesis chapter 4 verse 7. വായിച്ചോ. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാവുകയില്ലയോ?
നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. കണ്ടോ? അപ്പം അപ്പം ഇത് കെയിന്റെ ഏബിളിന്റെയും കേസ് അല്ലേ? അപ്പൊ കെയിന്റെ ഏബിളിന്റെയും കേസിൽ കെയിൻ എന്ത് വരുന്നു? കെയിൻ അപ്സെറ്റായി ആബിളിന്റെ അഗൻസ്റ്റ്. ഓക്കെ, മുകളിലോട്ടുള്ള പോർഷൻസ് വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം കെയിൻ അപ്സെറ്റായി ഇങ്ങനെ ഈ മലയുടെ പുറത്തോ ഉള്ള ഒരു ഇതില്ലേ, ഒരു ചരിവില്ലേ, ഐ മീൻ ഇങ്ങനെ ഒരു ക്ലിഫില്ലേ, അറ്റത്ത് വന്ന് നിൽക്കുക പാറയുടെ കെട്ടിന്റെ സൈഡിൽ. അപ്പൊ സൈറ്റിനത് കാണാം, ദൈവത്തിനത് കാണാം, നമുക്കത് പലപ്പോഴും കാണാൻ പറ്റും. അപ്പം നമ്മൾ ആ എഡ്ജിൽ നിൽക്കുമ്പം ചെറിയൊരു പുഷ് മതി അല്ലേ താഴോട്ട് വീഴാൻ. അപ്പം നമ്മൾ ആ ഒരു പോയിന്റ് വരെ എത്തല്ല. ഡോണ്ട് ഗോ ദർ. സി ദർ ഇസ് എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. പലപ്പോഴും പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്ത് നോക്കുക, ഒരു സേ ഫോർ എക്സാമ്പിൾ ഒരു ബസ് എന്തെങ്കിലും കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബസ് എന്ന് ഓർത്തോ. ഒരു ബസ് നമ്മുടെ ഹൈ റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓർത്ത് നോക്കുക, അതൊന്ന് സ്ലിപ്പ് ചെയ്തു, അത് ക്ലിഫിന്റെ പുറത്ത് റോഡിന് വെളിയിൽ ചാടി ഹെയർപിന്റെ സൈഡിൽ വന്നപ്പോൾ അത് ഇച്ചിരി വെളിയിലായ കുഴപ്പമില്ല, ഇച്ചിരിയുടെ വെളിയിലായാലും കുഴപ്പമില്ലായിരിക്കും. ഇച്ചിരിയുടെ വെളിയിലായി കഴിഞ്ഞ് ഒരു പോയിന്റ് കഴിഞ്ഞ് പിന്നെ ടിപ്പ് ചെയ്യും അല്ലേ? അപ്പം ആ ഒരു പോയിന്റ് ഓഫ്, അപ്പം എത്രയും കൂടുതൽ ആ ബസ്സിന്റെ ഇത് വെളിയിലോട്ട് പോകുന്നു, അത്രയും കൂടുതൽ അതിന്റെ എഫേർട്ട് അല്ലെ തിരിച്ചു വലിക്കാൻ. ഒരു പോയിന്റ് കഴിഞ്ഞ് മുക്കുത്തി മറിയും. ആ ഒരു പോയിന്റ് എന്തുമാത്രം എഫേർട്ട് ഇടുന്നത് തിരിച്ചു വലിക്കാൻ അല്ലെ? അപ്പം നമ്മൾ നമ്മുടെ കാര്യം എടുത്തു നോക്ക്. നമ്മളൊരു പാപത്തിലോട്ട് കയറാൻ വേണ്ടി വരുമ്പം നമ്മൾ ആ ഒരു എൻഡി വരാതെ ഏറ്റവും ആദ്യം വന്ന് ഇത് ഇപ്പം ബസ് ഡ്രൈവർ കാണുമോ, ഇത് ബസ് പ്രശ്നത്തിലാകാൻ പോകണല്ലോ, അപ്പോഴേ പുള്ളി ബ്രേക്ക് ഔട്ട് തന്നെ പറ്റി, പുള്ളിക്ക് ഈസി ആയിട്ട് പുറമോട്ട് വലിക്കാൻ പറ്റും അല്ലേ? റിവേഴ്സ് ഗിയർ ഇട്ടാൽ മതി. പക്ഷെ ഒരു ലെവല് കഴിഞ്ഞ് പുള്ളി റിവേഴ്സ് ഗിയർ ഇട്ടാനൊന്നും കാര്യങ്ങൾ നീങ്ങത്തില്ല. അപ്പം നമ്മൾ ആത്മീയരെന്നുള്ള നമുക്കറിയാം, ഐ മീൻ നമ്മളാരും ഷോക്കിലല്ല സൈറ്റൻ നമ്മളെ പിടിക്കുന്നത്. നമുക്കൊക്കെ നമ്മുടെ വീക്ക്നെസ്സസ് അറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡേഞ്ചർ കമ്മിങ് എന്ന് പറയുമ്പോൾ നമുക്ക് വാർണിംഗ് കിട്ടും. അപ്പം വാർണിംഗ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ റിവേഴ്സിലോട്ട് പോകണം ഉടനെ. ആൻഡ് ഡോണ്ട് ഗോ ടു ദി എഡ്ജ്. ഇഫ് യു ഗോ ടു ദി എഡ്ജ് യു വിൽ ഫോളോ ഓവർ. അപ്പം നമ്മൾ പ്രത്യേകിച്ച് നമുക്കൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ ആ വീക്ക്നെസ്സിനെ നമ്മൾ പ്രത്യേകിച്ച് ഓവർകം ചെയ്യണം. ആ ഓവർകം ചെയ്യാനുള്ള ഒരു പോർഷൻ ഇന്നത്തേതും അടുത്ത ആഴ്ച ഹൗ ടു ഓവർകം ഹാബിച്വൽ സിന്നിനെ പറ്റിയാണ് ഞാൻ ഐ മീൻ വി നീഡ് ടു ലുക്ക് അറ്റ് ദാറ്റ്. അപ്പം വി റിയലി നീഡ് ടു ബി കെയർഫുൾ ടു നോട്ട് ടിപ്പ് ഓവർ ടു ദി അതർ സൈഡ്. ഓക്കെ, ബിക്കോസ് വി ആർ ടെംപ്റ്റഡ് ബൈ our own sin, by our own weakness. And കർത്താവ് എന്ത് പറഞ്ഞേ? കർത്താവ് മാത്യു 5:27 and 28 എന്ത് ഒന്ന് വായിച്ചായിരിക്കണം? മാത്യു 5:27 and 28. വായിച്ചു കിട്ടിയിട്ട് വായിച്ചു. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. മതി. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഓൾഡ് ടെസ്റ്റമെന്റിലെ ഫിസിക്കൽ ആക്റ്റാ വിഷയം. ഓക്കെ, ന്യൂ ടെസ്റ്റമെന്റില് മൈൻഡാ വിഷയം. ഓക്കെ, കാരണം എന്തുവാ? നമ്മൾ മനസ്സുകൊണ്ട് തെറ്റിയാൽ പിന്നെ സർക്കംസ്റ്റൻസസ് മാത്രം ഒന്നിച്ച് വന്നാൽ മതി അല്ലേ ഫിസിക്കൽ ആക്ഷൻ നടക്കാൻ? ഇല്ലേ? സേ ഫോർ എക്സാമ്പിൾ ഒരുത്തന് ഇപ്പം ഇച്ചിരി പേര് ഒന്നിച്ച് താമസിക്കാൻ ഓർത്തോ, ഒരുത്തന് മറ്റവൻ്റെ നിന്ന് കാശ് മോട്ടിക്കണമെന്ന് മനസ്സിൽ കയറിയാൽ പിന്നെ ആരും ഇല്ലാത്തപ്പം അവൻ മോട്ടിക്കും അല്ലേ? പിന്നെ അവനൊരു തക്കം നോക്കി നടക്കുമല്ലേ?
അപ്പം കർത്താവ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഫണ്ടമെന്റലി നമ്മുടെ മെന്റൽ പ്രോസസ് ആർ ക്രിറ്റിക്കൽ. നമ്മൾ പാപം ചെയ്യുന്നത് ഫിസിക്കൽ ആക്ട് കഴിഞ്ഞല്ല. ഒരുത്തൻ മറ്റവൻ്റെ കയ്യിൽ നിന്ന് കാശ് മോട്ടിക്കാൻ അവൻ തീരുമാനിച്ച് കഴിയുമ്പം ഏറ്റവും ആദ്യം ഒരു തോട്ട് വന്നു, അതവൻ പിന്നെയും ചിന്തിച്ചു, അത് ധ്യാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഓൾമോസ്റ്റ് സിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ ക്ഷമ ചോദിക്കാൻ എപ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കണ്ടേ? ചിന്ത വരുമ്പോഴാണ്. ഓക്കെ, ഏറ്റവും ആദ്യം ഷൂട്ടിംഗ് വരുമ്പോഴല്ല. ഷൂട്ടിംഗ് വരുന്ന സൈറ്റൻ നമ്മുടെയൊക്കെ ഉള്ളിൽ ചറപറ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അപ്പം ക്ഷമ ചോദിക്കണമെന്നില്ല, അപ്പം നമ്മൾ അതിനെ എതിർക്കുക ചെയ്യേണ്ടത്. ഓക്കെ, 2 പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ഒരു പോയിന്റ് വരെ നമ്മൾ വീഴുന്നതിൻ്റെ മുന്നേ നമ്മൾ അതിനെ എതിർക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യേണ്ടേ? നമ്മൾ ആ ഒരു നോൺസെൻസ് തോട്ട് പ്രോസസ്സിന് നമ്മൾ സ്പേസ് കൊടുത്തതിന് കർത്താവിൻ്റെ അടുത്ത് ആസ്ക് ഫോർ റിപ്പൻറ്റൻസിലോട്ട് പോകണം. മനസ്സിലായോ? നമ്മൾ അപ്പം ഫിസിക്കൽ ആക്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇഫ് യു ക്യാൻ ആസ്ക് ഗോഡ് ഫോർ ഫോർഗിവ്നെസ്, യു ക്യാൻ ഗെറ്റ് അവേ വിതൗട്ട് ദി ഫിസിക്കൽ ആക്ട്. ആൻഡ് ദ മോർ വി ഡിലേ, ദ മോർ ഇറ്റ്സ് ഗോയിങ് ടു ബി ഹാർഡർ, അല്ലേ? അപ്പം നമ്മൾ എത്രയും കൂടുതൽ ആ ബസ് ആ ചരിവിലോട്ട് ചരിയുന്നോ അത്രയും കൂടുതൽ എഫേർട്ട് വേണ്ടി തിരിച്ചു വലിക്കാൻ, ഇല്ലേ? അപ്പം നമ്മുടെ സീക്രട്ട് എന്തുവാ? നമ്മുടെ സീക്രട്ട് അറ്റത്തോട്ട് പോയിരിക്കുന്ന, അറ്റത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീണു. അപ്പം ഏറ്റവും മിനിമൽ എഫേർട്ടിൽ ഇതിൻ്റെ മൂക്ക് വെളിയിലോട്ട് പോകാൻ തുടങ്ങുമ്പോഴേ നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ടാൽ മതി. അപ്പം കർത്താവെ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് ഡോണ്ട് ലീൻ ടു യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പം എന്ത് പറ്റുന്നേ? നമുക്ക് ഇമ്മീഡിയറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ പറ്റും. ആൻഡ് ഗോഡ് വിൽ ഹെൽപ്പ്. ബിക്കോസ് കർത്താവ് എപ്പോഴും നമ്മളെ സഹായിക്കാൻ വേണ്ടി റെഡിയാണ്, അല്ലേ? കർത്താവും ദൈവവും പിതാവും ദൂതന്മാരും എല്ലാവരും നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു പാപം ചെയ്തത് ദൈവം കാരണമാണ്, ഞാൻ കാരണോ അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വാട്ടർ ബാപ്റ്റിസം എടുത്തൊരു വ്യക്തി, ബിലീവേഴ്സ് ബാപ്റ്റിസം എടുത്തൊരു വ്യക്തിക്ക് സിന്നിൻ്റെ മുകളിൽ ഫുൾ പവർ ഉണ്ട്. They are not under sin, they are over sin. Okay, Romans chapter 6 verse 4 എടുത്ത് നോക്കിയേ. Romans chapter 6 verse 4. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പം ജീവന്റെ പുതുക്കത്തിൽ ആർക്കാ നടക്കാൻ പറ്റുന്നത്? ക്രിസ്തുവിനോടുകൂടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ്. അത് വാട്ടർ ബാപ്റ്റിസിന്റെ കാര്യമാണ് പറയുന്നത്, അല്ലേ? അപ്പം എല്ലാവരും പൊതുവെ പറയും വാട്ടർ ബാപ്റ്റിസം ഒരു നമ്മുടെ ഇന്റേണൽ ഫെയ്ത്തിന്റെ ഒരു എക്സ്റ്റേണൽ സൈൻ മാത്രമാണ്. ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ഞാൻ ചിലയിടത്ത് എനിക്ക് പേഴ്സണലി നല്ല ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് അറിയാവുന്ന ചിലയിടത്ത് ഞാൻ ഒത്തിരി ഡീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഈ പുള്ളിയെടുത്ത് ഇച്ചിരി നാൾ മുമ്പേ ഞാൻ ചോദിച്ചു, സർ, ബിലീവേഴ്സ് ബാപ്റ്റിസം ഇല്ലാതെ, ബിക്കോസ് ഇവാഞ്ചലിക്കൽ സർക്കിൾസിൽ ഒരു ടീച്ചിങ് ഉണ്ട്, ബിലീവേഴ്സ് ബാപ്റ്റിസം വേണ്ടെന്ന്, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന്. ഓക്കെ, അപ്പം ഞാൻ ഈയിടെ പുള്ളിയെടുത്ത് ചോദിച്ചപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല, ഐ ബിലീവ് ദാറ്റ്, പുള്ളി തന്നെ നേരത്തെ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല എന്ന്. പക്ഷെ ഇപ്പം പുള്ളി ഹീസ് റിവേഴ്സിങ് വാട്ട് ഈസ് സെയിങ് ആൻഡ് ഹീസ് കമ്മിങ് ബാക്ക് ടു Romans 6:4. നമുക്ക് പാപത്തിന് മുകളിൽ ഒരു ജയം വേണമെങ്കിൽ you need to be walking in the obedience that you know. നമുക്ക് അറിയാവുന്ന വചനത്തിന്റെ സത്യങ്ങളിൽ നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമുക്ക്
മുകളിലോട്ട് ആത്മീയമായിട്ടുള്ളൊരു ഉയർച്ച നമുക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു ക്രിറ്റിക്കൽ പോയിന്റാണ്. നമ്മൾ അറിയാവുന്ന സത്യത്തിൽ ജീവിക്കണം. പരിശുദ്ധാത്മാവ് ഒരിക്കലും ജനറൽ നോളജ് സീക്കുന്ന ആഴം സന്തോഷിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നടക്കത്തില്ല. ഡോണ്ട് ബി മിസ്റ്റേക്കൺ. ദ ഹോളി സ്പിരിറ്റ് വിൽ ഓൺലി ഈ കൊച്ചു പിള്ളേര് എന്താ പറയുന്നത്, പുതിയൊരു ടോയ് കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരും ടോയ് കാണിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന പോലെ അല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്, ദ ഹോളി സ്പിരിറ്റ് ഇസ് ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ടീച്ചിങ് those who are interested in walking in the light they have. Okay, അപ്പം നമ്മൾ ഓരോ ദിവസവും പഠിച്ച പാഠങ്ങൾ കൊത്തമായിട്ട് നമ്മൾ ഓടിയാൽ മാത്രമേ നമുക്ക് ആത്മീയമായിട്ട് ഗ്രോത്ത് വരത്തുള്ളൂ. എത്ര ബിലീവേഴ്സിനെ നമുക്ക് കാണാമെന്നറിയാമോ? അവർ വിശ്വാസി വന്നു, അവിടെ ഇരിക്കുക, ഇച്ചിരി പോലും അനക്കം വന്നിട്ടില്ല. നമ്മളാരും ജഡ്ജ് ചെയ്യാനല്ല, പക്ഷെ നമുക്ക് ഇവാലുവേഷൻ്റെ ഒരു പ്രോസസ് അത്യാവശ്യമാണല്ലോ. നമ്മളാരെയും എഴുതിത്തള്ളുമല്ല, പക്ഷേ വി ജസ്റ്റ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പം സോ എനിബഡി ഹൂസ് എ ചൈൽഡ് ഓഫ് ഗാഡ് ഹൂസ് വാക്കിംഗ് ഇൻ ദ ലൈറ്റ് ദേ ഹാവ്. ചിലരുണ്ട്, എനിക്ക് അതിനെപ്പറ്റി കേൾക്കണ്ട, ബൈബിളിലുള്ള വിഷയമാണ്, എനിക്ക് അതിനെപ്പറ്റി കേൾക്കണ്ട. അത് ബിബ്ലിക്കൽ ആറ്റിറ്റ്യൂഡ് ആണോ? ആർ യു റിയലി ബോൺ അഗൈൻ? യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് കർത്താവായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടി. കർത്താവ് എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ നമ്മൾ യേശുക്രിസ്തുവിന് കൊടുക്കുവാണെങ്കിൽ നമ്മളൊരു ഓപ്പൺ ഹാർട്ടോടുകൂടെ വി ഷുഡ് ബി വില്ലിംഗ് ടു ലിസൺ ഫ്രം ദി ഹോളി സ്പിരിറ്റ്, ഫ്രം ദ ബൈബിൾ. നമുക്ക് ആ ഒരു വില്ലിങ്നെസ് ഇല്ല എങ്കിൽ, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞിരിക്കുവാണെങ്കിൽ ആ 3 കൊമ്പ് കൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. യു ആർ നോട്ട് ഗോയിങ് ടു ബി സ്പിരിച്വലി പ്രോഗ്രസിങ്. നമുക്ക് ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ എത്ര പേരെ അങ്ങനെ കാണാമെന്നറിയാം. എനിക്ക് അതിനെപ്പറ്റി കേൾക്കണ്ട, ഞങ്ങളത് അങ്ങനെ വിശ്വസിക്കുന്നത്. ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ചു? ക്രിസ്ത്യാനിയാണോ? ദോസ് ഹു ഫോളോ ദ ലോർഡ് ആർ കോൾഡ് ക്രിസ്ത്യൻസ്, നോട്ട് ദോസ് ഹു ഡോണ്ട്. അപ്പം നമ്മൾ അറിയാവുന്ന സത്യത്തിൽ, അല്ലെങ്കിൽ നമുക്കൊരു ആരെങ്കിലും ഒരു വിഷയം കൊണ്ടുവരുമ്പോൾ യു ഷുഡ് ബി വില്ലിംഗ് ടു ലിസൺ. ബിബ്ലിക്കൽ ഫണ്ടമെന്റ് ഞാനെപ്പോഴും ഞാൻ പറയുന്നത് ഇതാ, നമുക്കറിയാവുന്ന ഞാൻ ഒന്നും പറയത്തില്ല. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഏരിയാസ് ഓഫ് ഇഗ്നറൻസ് ഉണ്ട് അല്ലേ? നമ്മുടെയൊക്കെ അറിവ് പരിമിതം അല്ലേ, പല പല ഏരിയാസിൽ. അപ്പം ഒരു വിശ്വാസിക്ക് ഒരു പക്ഷേ ആ ഒരു വിഷയത്തിനെ കുറിച്ച് കൂടുതൽ കാഴ്ചപ്പാട് കാണും നമ്മളെക്കാട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടിയേ? നമ്മൾ കേൾക്കണം. ആരെന്ത് പറഞ്ഞാലും നമുക്ക് കേൾക്കുന്നതിന് കുഴപ്പമില്ല. ഓഫ് കോഴ്സ് നോൺസെൻസ് പറയുകയാണെങ്കിൽ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നമുക്ക് പിന്നെ അറിയാലോ, ചിലർ സംസാരിച്ച് വരുമ്പോഴേ റൂട്ട് ടോട്ടലി ഓഫാണ്. ദാറ്റ് യു ക്യാൻ ഇഗ്നോർ. പക്ഷേ സംബഡി ഈസ് കമ്മിങ് ആൻഡ് ടോക്കിംഗ് ടു യു സീരിയസ്ലി അബൌട്ട് സംതിങ് and you need to check the Bible and you are bound to follow that if the Bible is saying that. ബൈബിൾ ഒരു സത്യം പറഞ്ഞാൽ യു മസ്റ്റ് ഒബേ. അത് ലോർഡ്ഷിപ്പിൻ്റെ ഒരു ഭാഗമാണ്, കർത്താവിൻ്റെ ലോർഡ്ഷിപ്പിൻ്റെ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഓപ്പൺനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ജെയിംസിൽ നമ്മൾ നോക്കുന്ന പോലെ ഒരുത്തൻ അവനവൻ്റെ വീക്ക്നെസ് കൊണ്ട് അവന് വശീകരിക്കപ്പെടുന്നു അല്ലേ? വശീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മളൊരു പാപത്തിനകത്തോട്ട് വീഴുമ്പോൾ എന്ത് പറ്റും? പാപത്തിനകത്തോട്ട് വീഴുമ്പോൾ ഒത്തിരി 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 കോൺസിക്വൻസസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാത്തപ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നം വരുന്നത്. ഒരു 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 സിമ്പിൾ എക്സാമ്പിൾ അല്ല, വിൽ ഗോ ത്രൂ എ ലിസ്റ്റ്. പക്ഷെ ആ ലിസ്റ്റിൽ പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനൊരു കാര്യം ഒന്നും കൂടെ ഒന്ന് ഓർപ്പിക്കാം. ന്യൂ ടെസ്റ്റ്മെന്റ്, ഓക്കെ, പഴയ നിയമ യഹൂദന് അവന്റെ ന്യായപ്രമാണത്തിൽ ജീവിക്കാൻ പറ്റിയോ? പറ്റിയില്ല അല്ലേ? യഹൂദന് അവന്റെ ന്യായപ്രമാണത്തിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കർത്താവ് വന്നത്, യേശുക്രിസ്തു വന്നത്. അപ്പം ഓർത്ത് നോക്ക്, പഴയ നിയമ യഹൂദന് പ്രവൃത്തിയ വിഷയം അല്ലേ? അപ്പോഴേ ഇവന്റെ പ്രവൃത്തിയിൽ കർത്താവിൻ്റെ ആ ലെവലിൽ എത്താൻ പറ്റിയില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്നത്. അപ്പം പഴയ നിയമമാണോ ഹാർഡർ, പുതിയ നിയമമാണോ കൂടുതൽ പ്രയാസം? പഴയ നിയമത്തിൽ പ്രവൃത്തിയേ ഉള്ളൂ,
പുതിയ നിയമത്തിൽ ചിന്തയാ പ്രശ്നം. ഓക്കെ, പ്രവൃത്തി കൺട്രോൾ ചെയ്യുന്നതാണ് എളുപ്പം, ചിന്ത കൺട്രോൾ ചെയ്യുന്നതാണോ എളുപ്പം? പ്രവൃത്തി കൺട്രോൾ ചെയ്യുന്ന. അപ്പം പുതിയ നിയമം പഴയ നിയമത്തെക്കാട്ടിലും ഒത്തിരി കൂടെ പ്രയാസമേറിയതാ, കോട്ട് ആൻഡ് കോട്ട്. നമ്മുടെ ജഡത്തിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പം നമ്മൾ പുതിയ നിയമത്തിലൊരു വിശ്വാസിക്ക് സ്വന്തം ശക്തിയിൽ വചനപ്രകാരം ജീവിക്കാൻ പറ്റുമോ? പഴയ നിയമം യഹൂദന് പറ്റിയില്ല. ഏതാ? മച്ച് ലോവർ ലെവലിൽ പറ്റിയില്ല. നമ്മുടെ ലെവല് ഈ പോൾ വോൾട്ടില്ലേ, നമ്മുടെ ബാർ കുറേ കൂടെ ഹയറാ. അപ്പം പഴയ നിയമം യഹൂദന് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റത്തില്ല നമ്മുടെ ശക്തിയിൽ. അപ്പൊ അവിടെയാ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് തികഞ്ഞു വരുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാമെങ്കിൽ ക്രിസ്ത്യ ജീവിതം ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫാ. ഓക്കെ, രോഗികളുടെ മുകളിൽ കൈവച്ചു, രോഗിക്ക് സൗഖ്യം വന്നു. അത് സാധാരണക്കാരന് പറ്റുമോ? അത് വിശ്വാസിയുടെ ശക്തിയിലാണത്? അല്ല. ന്യൂ ടെസ്റ്റ്മെന്റ് ലൈഫ് ഇസ് ടോട്ടലി സൂപ്പർ നാച്ചുറൽ ലൈഫ്. അപ്പം നമ്മൾ ആ സൂപ്പർ നാച്ചുറൽ ഡയമെൻഷനിൽ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചാൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും ചിന്തിക്കില്ല എനിക്കിത് തികച്ചെടുക്കാമെന്ന്. നോ, യു കനോട്ട് ഡു ദാറ്റ്. അതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി സൂപ്പർ നാച്ചുറൽ ഹെൽപ്പായിട്ട് അവൈലബിൾ. ഹോളി സ്പിരിറ്റ് ഉണ്ട്, നമുക്ക് ഏഞ്ചൽസ് ഉണ്ട്, നമുക്ക് ഗോഡ്സ് വേർഡ് ഉണ്ട് ഓൺ ദ ഇൻസൈഡ്. സോ ദർ ആർ സോ മെനി തിങ്സ്, മെക്കാനിസംസ് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മൾ അറിയാവുന്ന സത്യത്തിൽ നമ്മൾ ഈ ബസ് മോളിൽ നിന്ന് താഴോട്ട് വീഴാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൈവെക്കണം. ചിലപ്പോൾ ഞാൻ കൈവെക്കാറുണ്ട് കുറേ നാൾ മുമ്പ് വരെ. ബിക്കോസ് നമ്മൾ അറ്റത്ത് എത്തുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ടു ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് സേ ലോർഡ് ഹെൽപ്പ്. ബിക്കോസ് ചിലപ്പം നമ്മുടെ മനസ്സുകൊണ്ട് വി ആർ നോട്ട് സ്റ്റിൽ വില്ലിംഗ് ടു റിസീവ് ഹെൽപ്പ്. പറഞ്ഞു കേട്ടോ, ചിലപ്പം വി ഡോണ്ട് വാണ്ട് ഹെൽപ്പ്. We want to do that sin because that gives us so much joy, quote unquote. ആണല്ലോ, ഫ്ലഷിന് സന്തോഷം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ചില തെറ്റുകൾ ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഓവർ ഈറ്റിങ്ങിൽ ചിലർക്ക് കഴിക്കുന്നതിലൊരു സന്തോഷമാണ് അല്ലേ? അപ്പം നമുക്ക് വി ഡോണ്ട് വാണ്ട് ടു നോട്ട് സ്റ്റോപ്പ് ഈറ്റിംഗ്. ഒരാൾക്ക് കഴിക്കാതിരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, എനിക്ക് അതും കൂടെ കഴിക്കണം, ഇതും കൂടെ കഴിക്കണം. എനിക്കറിയത്തില്ല ആ പ്രോസസ്സ് എന്തുവന്നു, ബിക്കോസ് ഞാൻ ആ ഡയറക്ഷൻ ലൈനിൽ പോയിട്ടില്ല. അതുകൊണ്ട് ഓവർ ഈറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആ ലൈൻ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഓവർ ഈറ്റ് ചെയ്യുന്ന ആ ഒരാൾ ചിലപ്പോൾ ചിന്തിക്കായിരിക്കും എനിക്ക് ഹെൽപ്പ് വേണ്ട പരിശുദ്ധാത്മാവ്, ഞാൻ കഴിച്ചോളാം, കുഴപ്പമില്ല. അപ്പം ഹെൽപ്പ് വേണ്ടെങ്കിൽ നമുക്കറിയാം ദൈവത്തിനും ഇതാ പറയുന്നത് എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടിയേ? ചിലപ്പോൾ നമുക്ക് ഫിസിക്കൽ ആക്ഷൻസ് ഒത്തിരി ഹെൽപ്ഫുൾ ആകട്ടോ. ഞാൻ പ്രത്യേകിച്ച് വർഷിപ്പ് ചെയ്യുമ്പം ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. വർഷിപ്പ് ചെയ്യുമ്പം പ്രത്യേകിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞത്, നമ്മുടെ കൈ പൊക്കിയില്ലെങ്കിൽ, നമ്മൾ മുകളിലോട്ട് ചിലപ്പോൾ നോക്കിയില്ലെങ്കിൽ, നമ്മൾ ചിലപ്പോൾ ഒന്ന് ചാടിയില്ലെങ്കിൽ, ചിലപ്പോൾ ഒന്ന് സ്വേ ചെയ്തില്ലെങ്കിൽ, യു ആർ റിയലി നോട്ട് വർഷിപ്പിംഗ്. ഐ എം ടോക്കിംഗ് അബൌട്ട് അങ്ങനെ പരിചയമുള്ളവർക്ക്. ചിലപ്പം നമ്മൾ പാടുന്നുണ്ടായിരിക്കും, ഉറക്കെ പാടുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സ് വേറെ വലുതായിരിക്കും അല്ലേ? ആ ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, കൈ ഒന്ന് പൊക്കുന്നത് നല്ലതാ, തലയൊന്ന് പൊക്കുന്നത് നല്ലതാ. വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഇത് വേറൊരു ഡയമെൻഷനിലോട്ട്, വേറൊരു സൈഡിലോട്ട് പോകും, പക്ഷെ ഞാനത് ഷെയർ ചെയ്യാം. നമ്മുടെ ഫോക്കസ് മാറുവാന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പാടുന്ന വേർഡ്സ് നമ്മളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ എന്ത് ഒരു വേർഡ്സ് പറയുന്നത്, സേ ഫോർ എക്സാമ്പിൾ താങ്ക് യു ലോഡ് എന്നുള്ള പാട്ട് പാടുക. താങ്ക് യു ലോഡ്, ഐ ജസ്റ്റ് വാണ്ട് താങ്ക് യു ലോഡ് എന്നുള്ള പാട്ട് പാടുമെന്ന് ഓർത്തോ. അപ്പോൾ അതിന് വരും നമ്മൾ ഇംഗ്ലീഷിൽ പാടുന്നതിന് വരും. അപ്പോൾ ഇംഗ്ലീഷിൽ വരും പാടുക, നമ്മുടെ ഫോക്കസ് ഡൈവേർട്ടഡ് ആകുവാണെങ്കിൽ നമ്മളത് മലയാളത്തിലോട്ടൊന്ന് സ്വിച്ച് ചെയ്ത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. And then we'll be able to connect back. Yeah. അമ്മയും പറ. ഇല്ല. അപ്പം അപ്പം നമ്മുടെ വീക്ക്നെസ് വരുമ്പം നമ്മൾ മുങ്ങിക്കൊണ്ടിരിക്കുമ്പം ഒന്ന് കൈ പൊക്കുന്ന ഇറ്റ്സ് വെരി വെരി ഹെൽപ്ഫുൾ. ആൻഡ് നമ്മൾ സിൻസിയർ ആണെങ്കിൽ പരിശുദ്ധാത്മാവിന് അറിയാം ഇവൻ മുങ്ങിക്കൊണ്ടിരിക്കുക, പക്ഷെ ഇവൻ സിൻസിയർ ആണെന്ന് പരിശുദ്ധാത്മാവിന്
നമുക്കും അറിയാം, പശ്ചാത്താപം അറിയില്ലേ നമ്മൾ ആരെയും കളിപ്പിക്കുന്നത്. അപ്പം മുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സിൻസിയറായിട്ട് കൈ പൊക്കിയാൽ ഹോളി സ്പിരിറ്റ് വിൽ ഗ്യാരണ്ടി പുള്ളി ഔട്ട്. അത് ബസ് നോക്ക് കുത്തി ഒരു വീലിന്റെ അറ്റം മാത്രമേ മുകളിലുള്ളൂ, ബാക്കിയെല്ലാം പോയെങ്കിലും പരിശുദ്ധാത്മാവിനെ വലിച്ചു പോക്കാൻ പറ്റും. പക്ഷെ നമ്മൾ സിൻസിയർ ആയിരിക്കണം. ഏറ്റവും ആദ്യം നമ്മൾ ദൈവത്തിന്റെ ശക്തി, ഞാൻ എൻ്റെ ചിന്തയിൽ ഏറ്റവും ആദ്യം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ ശക്തി കാണുന്നത് നമ്മുടെ സിന്നിന്റെ പ്രോസസ്സിന്റെ പുറത്താണ്. നമ്മൾ രോഗികൾ സൗഖ്യമാകുന്നതിന് മുന്നിൽ പലതും കാണുന്നതിന്റെ മുന്നേ നമുക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ പവർ കാണാൻ പറ്റുന്നത് നമ്മൾ സിന്നിനെ റെസിസ്റ്റ് ചെയ്യുമ്പോഴാണ്. ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് നമ്മൾ ഓർത്ത് നോക്കുക, നമ്മൾ ഏറ്റവും ആദ്യം വിശ്വാസി വന്നു. ഏറ്റവും ആദ്യം വിശ്വാസി വരുമ്പോൾ നമ്മൾ സേ ഫോർ എക്സാമ്പിൾ ഒരു ദിവസം അറിയാതെ പാപം, ഓക്കെ, ഒരു വിശ്വാസി അറിയാതെ പാപം ചെയ്യുന്നില്ല ആണല്ലോ, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാപം ചെയ്യുന്നത്. ഒരു കർത്താവെ ഞാൻ അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ പാപങ്ങളെ ക്ഷമിക്കണമെന്ന് പറയുന്നത് എൻ്റെ ചിന്തയിൽ ഒരു മണ്ടത്തരമാണ്. ഓക്കെ, നമ്മളെല്ലാം ചെയ്യുന്ന പാപങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ആണല്ലോ. ബിക്കോസ് നമ്മുടെ സ്പിരിച്വൽ മെച്യൂരിറ്റിക്ക് ഒത്തമായിട്ടാണ് കർത്താവ് നമുക്ക് പാപം കണക്കിടുന്നത്. അപ്പം സ്പിരിച്വൽ മെച്യൂരിറ്റി പലതാ. സ്പിരിച്വൽ മെച്യൂരിറ്റി ഷെയർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് ദൈവം നമുക്ക് പാപം കണക്കിടുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ആത്മീയ വളർച്ചയ്ക്കൊത്തതായിട്ടാണ്. ഓർത്ത് നോക്ക്, ഒരു 2 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ്, ഓക്കെ, 2 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിനറിയാം കണ്ണെടുത്ത് വലിഞ്ഞു കയറില്ലെന്നറിയാം അല്ലേ. സോഫയുടെ മുകളിലും ഷോക്കേസിൻ്റെ മുകളിലും ജനലിലും ഒന്നും വലിഞ്ഞു കയറലെന്ന് അറിയാം കുഞ്ഞിന്. പക്ഷെ കുഞ്ഞിന് അതൊരു വീക്ക്നെസ്സാണ് അല്ലേ. അപ്പം കുഞ്ഞെന്ത് വലിഞ്ഞു കയറാൻ ശ്രമിക്കും. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് അത് വീക്ക്നെസ് ആണോ? അല്ല, പൊതുവേ അല്ല. ആ കുഞ്ഞിന് എന്തോ വീക്ക്നെസ്? ആ കുഞ്ഞിനെന്തോ പാപം? ഹോംവർക്ക് ചെയ്യാത്തത്, പഠിക്കേണ്ട സമയത്ത് TV കണ്ടത്, അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ് കളിച്ചത്. പക്ഷേ ഈ 2 വയസ്സായ കൊച്ചിന് ഇപ്പോഴത്തെ പേരൻസ് പലരും ടാബും ഒക്കെ മേടിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഓക്കെ, അതിലോട്ട് പോകുന്നില്ല. അപ്പം 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് ജനലെ വലിഞ്ഞു കയറുന്ന പാപം, അതിനറിയാം പാപം ചെയ്യില്ലെന്ന് അല്ലേ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനറിയാം ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണെന്നറിയാം അല്ലേ. ജോലി ചെയ്യുന്ന ഒരു പുള്ളിക്ക് അറിയാം സമയത്തിന് ഓഫീസിൽ ചെന്ന് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണെന്നറിയാം അല്ലേ. അപ്പോൾ ഈ 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് ഓഫീസിൽ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല, അവിടെ വരെ എത്തിയിട്ടില്ല. ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ജനലേക്ക് കയറിയ അതിൻ്റെ വീക്ക്നെസ് തീർന്നതാണ്. അതുകൊണ്ട് അതിനതൊരു ടെംപ്റ്റേഷനും അല്ല, പാപവും അല്ല. അപ്പം ദൈവം ഓരോരുത്തർക്കും പാപം കണക്കിടുന്നത് അവരുടെ ആത്മീയ വളർച്ച അനുസരിച്ചാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കണം. നമ്മളാരും, അതാ ജോണിൽ പറഞ്ഞത്, നമ്മളാരും പെർഫെക്റ്റ് അല്ല ആണോ? നമ്മളാരും ദൈവത്തിന്റെ സന്നിധിയിൽ പെർഫെക്റ്റ് അല്ല. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ പെർഫെക്റ്റ് അല്ലാത്തതിന് കാരണം എന്തുവാ? നമുക്ക് ആദ്യമായിട്ട് ഒത്തിരി വളർന്നു കയറാനുണ്ട്. പക്ഷേ ദൈവം അതെല്ലാം പാപമായിട്ട് കണക്കിടുവോ? കണക്കിടത്തില്ല. നമുക്ക് അറിയാവുന്ന സത്യത്തിൽ ജീവിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചാലഞ്ച്. അപ്പം ദൈവം നമ്മളെയൊക്കെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കൊത്തായിട്ടാണ് നമുക്ക് പാപം കണക്കിടുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മുടെ കോൺഷ്യൻസ്, അതായത് നമ്മുടെ കോൺഷ്യൻസ് എന്തോ അല്ല, മനസ്സല്ല, നമ്മൾ തെറ്റിയെന്ന എവിടെയാ നമുക്ക് ബോധ്യം വരുന്നത്? മനസാക്ഷി. താങ്ക്സ്. അപ്പം നമ്മുടെ മനസാക്ഷി പറയുക, ഇന്ന് നിങ്ങൾ, ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ, ഓക്കെ, നമ്മളെല്ലാം ഇന്ന് പ്രത്യേകിച്ച് പലയിടത്തും വൈകിട്ടായല്ലോ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇച്ചിരി. അപ്പം നമ്മുടെയൊക്കെ ഉള്ളിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എഴുന്നേറ്റിട്ട്, കർത്താവെ ഞാൻ ഈ പാപം ചെയ്തു ക്ഷമിക്കണേ എന്ന് പറയേണ്ട ഒരു ഗതി
പലർക്കും വന്ന് കാണത്തില്ല. ഇന്ന് വന്നോ? പലർക്കും വന്ന് കാണത്തില്ല. നമ്മുടെ ഈ ഗ്രൂപ്പിലിരിക്കുന്ന അത് നമ്മൾ തപ്പിപ്പോണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ പാപം ചെയ്തോ ഇല്ലയോ നമ്മൾ തപ്പിപ്പോയില്ല. തപ്പിപ്പോകാൻ പോയ പ്രശ്നമാണ്. അപ്പം നമ്മുടെ മനസാക്ഷി നമ്മളെ കറക്റ്റ് ചെയ്യും. ഓൺ ഓഫ് ഓൺ ഓഫ് ഓൺ ഓഫ് പറയും. ഓക്കെ. അപ്പം പൊതുവെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ആത്മീയമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, വിശ്വാസി പൊതുവെ പാപത്തിലല്ല ജീവിക്കുന്നത്, അല്ലേ? അപ്പം നമ്മളൊക്കെ വല്ലപ്പോഴും പാപം ചെയ്യുന്ന ആൾക്കാരാണല്ലോ, വൺസ് ഇൻ എ വൈൽ. അത് ഈ വൺസ് ഇൻ എ വൈൽ ചിലപ്പം വൺസ് ഇൻ എ വീക്ക് ആയിരിക്കും, വൺസ് ഇൻ എ ഫ്യൂ ഡേയ്സ് ആയിരിക്കും, അല്ലേ? മേ ബി വൺസ് ഇൻ എ മന്ത് ആയിരിക്കും. ദാറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ വാക്ക് വിത്ത് ഗോഡ്. പക്ഷേ ഈ 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞിനും ജോലിക്ക് പോകുന്ന ഈ വ്യക്തിക്കും വൺസ് ഇൻ എ വീക്ക് ആകാം, വൺസ് ഇൻ എ മന്ത് ആകാം, വൺസ് ഇൻ എ ഫ്യൂ ഡേയ്സ് ആകാം. ദാറ്റ് ഈസ് ദ സെയിം. ബിക്കോസ് പാപം ചെയ്യുന്നത് നമ്മുടെ കോൺഷ്യൻസ് പറയും, ഹേ യു ആർ ഗോയിങ് ഡൗൺ ദ റോങ് ട്രാക്ക്, ഡോണ്ട് ഗോ ദാറ്റ് വേ, ഇറ്റ്സ് ഡേഞ്ചറസ്. മനസ്സിലായി? അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസാക്ഷി നമ്മളെ പോയിന്റ് ചെയ്തില്ല എങ്കിലും നമ്മൾ ദൈവത്തിന്റെ സന്നിധി പെർഫെക്റ്റ് ആണോ? അല്ല. ഓക്കെ. അതുകൊണ്ടാണല്ലോ ജോണി പറഞ്ഞത്, നമുക്ക് പാപം ഇല്ലെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ വി ആർ ജസ്റ്റ് ഫോളിങ് ourselves. ഓക്കെ. ബിക്കോസ് ഓൾ ഓഫ് us നമ്മൾ നിത്യത എത്തുന്നിടം വരെ, നമ്മുടെ ഫ്ലഷ് സ്ട്രിപ്പ് ഓഫ് ആകുന്നിടം വരെ we will all have a tendency to sin and none of us are perfect. പക്ഷെ the good news is ദൈവം നമുക്ക് പാപത്തിന് കണക്കിടുന്ന നമ്മുടെ അറിവിനൊത്തമായിട്ടാണ്. പക്ഷെ നമ്മൾ ആത്മീയമായിട്ട് വളർന്നുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അത് ഹെൽപ്ഫുൾ ആവുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് വി വിൽ സ്റ്റോപ്പ് ഹിയർ. അല്ലെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ്, എനി തോട്ട്സ്? ബേസിക്കലി എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, നമ്മൾ ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഈ പുതിയ നിയമത്തിൽ ഒത്തിരി പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. അതെ. അപ്പൊ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കിട്ടിയ കൊള്ളാം. ബിക്കോസ് പല പ്രാവശ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതിനകത്ത്. ഈ ന്യായപ്രമാണം അനുസരിച്ചല്ല നമ്മൾ നടക്കുന്നത്, ന്യായപ്രമാണത്തിന് കൂടുതലുള്ളൊരു സ്ട്രിഞ്ചന്റ് റൂൾസ് ആണ്, ദ ഹോളി സ്പിരിറ്റ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അത് ഓവർകം ചെയ്യാൻ വേണ്ടി എന്നുള്ള concept is clear, but many times many of the preachers are preaching based on the law only. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട എന്നൊക്കെയുള്ള. അപ്പം ഏതൊക്കെ ന്യായപ്രമാണമാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഫോളോ ചെയ്യേണ്ടാത്തത്? ഫോർ എക്സാമ്പിൾ സബത്ത്, വി ആർ നോട്ട് ഫോളോയിങ് സബത്ത്. അങ്ങനെയുള്ള ഒരു ക്ലാരിറ്റീസ് ന്യായപ്രമാണത്തെ കുറിച്ച് ഞാൻ കേട്ടത്, ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് മാത്രമല്ല, പിന്നെ അവർക്ക് വേറെ 2 ബുക്കുകൾ ഉണ്ടായിരുന്നു, തൽമൂദും പിന്നെ ഒരു മിസ്ന എന്നൊക്കെ പറഞ്ഞ ബുക്കുകളുണ്ട്, ബാബിലോണിയൻ തൽമൂദ് ഉണ്ട്, അങ്ങനെയൊക്കെ പല ബുക്കുകളുണ്ട്. പലപ്പോഴും ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിനെ കുറിച്ച് മാത്രമല്ല ന്യായപ്രമാണം എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് എന്നും അങ്ങനെയും പറയുന്നുണ്ട്. അപ്പൊ ഒരു ന്യായപ്രമാണത്തെ കുറിച്ച് ഡെഫിനേഷനും ഒരു ക്ലാരിറ്റിയും വരുന്ന ക്ലാസ്സുകളിൽ തരികയാണെങ്കിൽ നല്ലത്. ഞാൻ അത് എളുപ്പമാണ് ഷെയർ ചെയ്യും കേട്ടോ. ആക്ച്വലി നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നോക്കുകയാണെങ്കിൽ 3 ടൈപ്പ് ലോസ് ഉണ്ട് അവിടെ. ഓക്കെ. ഒന്ന് സിവിക് ലോസ് ഉണ്ട്, സിവിൽ ലോസ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രത്യേകിച്ച് ജ്യൂസിന് വേണ്ടിയാണല്ലോ, ഇസ്രായേലിനാണല്ലോ ഫണ്ടമെന്റലി. സിവിൽ ലോസ് ഉണ്ട്, സെറിമോണിയൽ ലോസ് ഉണ്ട്, മോറൽ ലോസ് ഉണ്ട്. ഓക്കെ. സിവിൽ ലോ, സെറിമോണിയൽ ലോ ആൻഡ് മോറൽ ലോ. അപ്പം പുതിയ നിയമ വിശ്വാസിക്ക് സിവിൽ ലോ ആപ്ലിക്കബിൾ അല്ല, മോറൽ ലോ ആപ്ലിക്കബിൾ അല്ല. സേ ഫോർ എക്സാമ്പിൾ ജൂബിലി, എല്ലാ 49 വർഷം കഴിയുമ്പം ഒറിജിനൽ ലാൻഡ് ഗോസ് ബാക്ക് ടു ദി ഒറിജിനൽ ഓണർ. ദാറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു ദി ഇസ്രലൈറ്റ്സ്. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു അസ്, ബിക്കോസ് നമ്മൾ വേറെ ലോകത്തിലാണല്ലോ ജീവിക്കുന്നത് നമ്മൾ. അപ്പം സിവിൽ ലോ ഉണ്ട്, സെറിമോണിയൽ ലോ ഉണ്ട്, മോറൽ ലോ ഉണ്ട്. കർത്താവ് 10 കമാൻഡ്മെന്റ്സ് മോറൽ ലോയുടെ ഭാഗം അല്ലേ? അപ്പം വി നീഡ് ടു ഫോളോ ദി മോറൽ ലോ. വി കനോട്ട് അവോയ്ഡ് ദാറ്റ്. അപ്പം നമ്മൾ സിവിലാണോ സെറിമോണിയലാണോ നോക്കിയിട്ട് മോറൽ മാത്രം എടുത്താൽ മതി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പം മോറൽ ലോ എടുക്കുമ്പം നമ്മുടെ ഉള്ളിൽ കോൺഷ്യൻസ് പറയും, ഹേ യു ആർ റോങ്, യു ആർ റൈറ്റ്.
Sorry, did it help, Acha? Yes. Okay. Any thoughts on that? ഈ ന്യായപ്രമാണം എന്ന് മാത്രൊറ്റ വേർഡ് കൊണ്ടാണ് നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് പറയുന്നത്. Ah, ലോ എപ്പിസോഡ്സ് ഓൾഡ് എപ്പിസോഡ്സിനകത്തും when Jesus himself are used the word the Mosaic law, prophets and Law and the Prophets. like that പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊരു ഇച്ചിരി ഒരു മോർ ഇൻസൈറ്റ്സ് തന്നാൽ നല്ലതായിരുന്നു. ബിക്കോസ് ഇങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ സിവിൽ ലോ, Moral. മോറൽ ലോ എന്ന് പറയുന്നില്ല. അങ്ങനെ ആരും പറയുന്നില്ല. ഇത് നമ്മുടെ ഡെഫിനിഷൻ ആയിരിക്കണം ഇതിൽ. ഇത് നമ്മുടെ ഇത് because they are not differentiating between these three laws in the New Testamentനകത്ത് മൂന്ന് ലോ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. അല്ല അച്ഛാ, oh sorry, go ahead. Yeah, they are only telling one word law എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനകത്ത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ബുക്സ് മലാക്കി വരെയുള്ള ബുക്കിനകത്ത് ഇപ്പം ലോ എന്ന് പറയുമ്പോൾ ചിലർ പറയും 10 കമാൻഡ്മെന്റ്സ് ആണ്, ചിലർ പറയും 5 ബുക്സ് ഓഫ് ദ തോറയാണ്, പിന്നെ ഓൾഡ് ടെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ആണ്, ചിലർ പറയും അത് കഴിഞ്ഞിട്ട് എഴുതിയ തൽമൂദുകളാണ്. യഹൂദന്മാര് തൽമൂദുകളൊക്കെ ഉണ്ടോ, തൽമൂദുകളാണ് എന്ന് പറയുന്നുണ്ട്. ഒരു ക്ലാരിറ്റി അതിനകത്ത് എനിക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് വായിക്കുമ്പോൾ കിട്ടുന്നില്ല. മേ ബി ദിസ് ഡെഫിനേഷൻ വിൽ ഹെൽപ്പ് us to look into more detail. ഈ definition like civil law, ceremonial law, moral law എന്ന definition may help us. Yeah, അച്ഛാ, എനിക്ക് തോന്നുന്നു ഒരു ഈസി വേ ഔട്ട് ഓഫ് ദാറ്റ് would be to look at the New Testament and look through the New Testament to the Old Testament. അപ്പം ന്യൂ ടെസ്റ്റ്മെന്റിൽ നമുക്ക് ആപ്ലിക്കബിൾ അല്ലാത്തത് എല്ലാം നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് വീഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ ഇപ്പം സാബത്തിന്റെ കാര്യം അച്ഛൻ മെൻഷൻ ചെയ്തല്ലോ, വ്യക്തമായിട്ട് ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ന്യൂ ടെസ്റ്റ്മെന്റിൽ, ഒരുത്തൻ ഒരു ദിവസം കൂടുതൽ ശ്രേഷ്ഠമായിട്ട് കരുതിയാൽ ഇറ്റ് ഈസ് ഓക്കെ, ബിക്കോസ് ദാറ്റ് ഈസ് ഹിസ് ഫെയ്ത്ത്. And if he wants to spend the Sabbath alone for the Lord, well and good. But if you don't consider it that way, it is not a problem. Because പുതിയ നിയമത്തിൽ കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത് എന്തിലോട്ടാ? സ്വാതന്ത്ര്യത്തിലോട്ടാ വിളിച്ചേക്കുന്നത്. God has brought us to freedom. ശബത്ത് മനുഷ്യപുത്രന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്, മനുഷ്യപുത്രൻ ശബത്തിന് വേണ്ടിയല്ല ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്ന് ഏതൊരു ഓൾഡ് ടെസ്റ്റ്മെന്റ് ഒരു റൂൾ എടുത്ത് നോക്കിയാലും, സേ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ വായിച്ച ആ ഒരു കാര്യം, ഒരുത്തൻ ഒരു സ്ത്രീയെ റോങ് ആയിട്ടുള്ള ഒരു മോട്ടീവിൽ കൂടെ നോക്കിയാൽ, സോ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ഈസ് മച്ച് ലോവർ ദാൻ ദ ന്യൂ. ദ ന്യൂ ടെസ്റ്റ്മെന്റ് ഈസ് വേ ഹയർ ദാൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. അപ്പം ഇഫ് യു ജസ്റ്റ് ഫോളോ ദ ന്യൂ ടെസ്റ്റ്മെന്റ്, there is no way you will trip at the old. Yeah, അപ്പം I think that's an easy way out. പ്രത്യേകിച്ച് ഇന്നത്തെ നാളുകളിൽ ഈ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റും ജോവാസ് വിറ്റ്നസും ഒക്കെ ഒത്തിരി കൺഫ്യൂഷൻ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു സിമ്പിൾ ക്ലാരിറ്റി, ഓക്കെ, വാട്ട് ഡസ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് സേ അബൌട്ട് ഇറ്റ്? നമുക്കറിയാലോ, സർക്കംസിഷന്റെ വിഷയത്തിൽ ആക്ട്സ് ചാപ്റ്റർ 15 the New Testament church decided to do 2-3 things അല്ലേ. ഒന്ന്, take care of the poor, avoid eating blood with meat, and 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്കൊന്നും മൂന്നാമത്തെ ഇമ്മോറാലിറ്റിയുടെ കാര്യം തോന്നുന്നു. ആൻഡ് ബാക്കിയെല്ലാം ഹാസ് ബീൻ സോർട്ട് ഓഫ് ഡ്രോപ്ഡ് ഔട്ട്. ഒരു മിനിറ്റ്, ഞാൻ അന്ന് എടുത്തോട്ടെ. Acts chapter 15 towards somewhere in the center. Acts 15 28 ആണ്. 28 വെച്ചാ ഒരു മിനിറ്റ്. യെസ്, അതെ അതെ അതെ, ഒന്ന് വായിച്ചേ. വിഗ്രഹാർപ്പിതം 28 and 29 രണ്ടും കൂടെ വായിച്ചോ. രക്തം അല്ല 28 വേഴ്സ് 28ഉം 29. For good to the Holy Spirit and അത് മലയാളത്തിൽ ഇംഗ്ലീഷില് അതായിരിക്കും, പക്ഷെ എനിക്ക് മലയാളത്തിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, എന്നാ പിന്നെ 27 വായിച്ചേ. 28ന്റെ ആദ്യം തുടങ്ങുമ്പോ ഇങ്ങനെയാണെങ്കിൽ അവസാനം ഹോളി സ്പിരിറ്റ് വരുന്നുണ്ട്. ഓക്കെ, പ്ലീസ്. വിഗ്രഹാർപ്പിതം, രക്തം,
ശ്വാസം മുട്ടിച്ചത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നു. കണ്ടോ? ഇംഗ്ലീഷ് Verse 28 ഇങ്ങനെ പറഞ്ഞു, for it seemed good to the Holy Spirit and to us to lay upon you no greater burden than these necessary things, that you abstain from meats offered to idols, from blood, and from things strangled, and from fornication, from which if you keep yourself, you will do well, fare you well. അപ്പം നമ്മൾ ഓഫ് കോഴ്സ് ഈ ശ്വാസം മുട്ടി ചത്തതും ഐ മീൻ ബ്ലഡും അല്ല, അത് രണ്ടും ന്യൂ ടെസ്റ്റ്മെന്റിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഓക്കെ, പക്ഷേ വിഗ്രഹാരാധന ശരിയല്ലെന്ന് നമുക്കറിയാമല്ലോ, ന്യൂ ടെസ്റ്റ്മെന്റിലുണ്ടല്ലോ. ഓഫ് കോഴ്സ് ഫോർണിക്കേഷനും അഡൾട്ടറിയും റോങ് ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം സോ വി ക്യാൻ എസെൻഷ്യലി ലുക്ക് അറ്റ് ദിസ്, ഈ ലെൻസിൽ കൂടെ നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് നോക്കിയാൽ തിങ്സ് ആർ വെരി വെരി ക്ലിയർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇസ് വേ ഹയർ ദാൻ ദി the New Testament is way higher than the Old Testament. Yeah, so you can I mean we are free as a believer. പിന്നെ വേറെ ഒരു ഫണ്ടമെന്റൽ ഇത്, നമുക്ക് ബൈബിളേ ഉള്ളൂ നമുക്ക് സത്യമായിട്ടുള്ളത്. താൽമുഡും മിഷ്നായും തനാക്കും അതും ഇതെല്ലാം ഉണ്ട്, എങ്കിലും യഹൂദന്മാരുടെ റൈറ്റിങ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് കർത്താവ്, ഈയിടെ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ഒരു ആർഗ്യുമെന്റ് കേട്ടു. ബുക്ക് ഓഫ് ഈനോക്കിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹാനോക്കിന്റെ പുസ്തകം. ഓക്കെ, ഹാനോക്കിന്റെ പുസ്തകം ഈയിടെയാണ് കണ്ടുപിടിച്ച് അതും കൂടെ ബൈബിൾ ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു എന്ന് ഈയിടെ ഏതൊരു വിശ്വാസി എൻ്റെ അടുത്ത് പറയായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ബൈബിൾ ഈ 66 പുസ്തകങ്ങൾ കർത്താവ് തന്നത്, ഓക്കെ, ഒരു സിനഡ് കൂടി ആ ഒരു 66 ബുക്സിലോട്ട് ഇത് ചെയ്തെങ്കിലും I believe that the Holy Spirit was heavily involved in that choosing process. And everything in the പുതിയ നിയമ വിശ്വാസിക്ക് ഫണ്ടമെന്റലി ഫ്രം ദ ഹോളി സ്പിരിറ്റിന്റെ ദൈവത്തെക്കുറിച്ചുള്ള ടീച്ചിങ്ങും all scripture is given by the inspiration of God, അല്ലേ? So you don't need to go on to any of these side tracks. These side tracks are actually dangerous. നമുക്ക് ബുക്ക് ഓഫ് ഈനോക്കും താൽമുഡും ഒക്കെ വായിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇഫ് ദ ബൈബിൾ ദറ്റ് വി ഹാവ് ഇൻ അവർ ഹാൻഡ് കംപ്രൈസിംഗ് ദ 66 ബുക്സ്, 66 പുസ്തകങ്ങൾ അടങ്ങിയ ബൈബിളിനകത്ത് ഈ മറ്റുള്ള പുസ്തകങ്ങൾ പഠിപ്പിക്കാത്ത എന്തെങ്കിലും ഇല്ല എങ്കിൽ റിജക്ട് ദാറ്റ്. You'll be very very safe. Yeah. Okay. പ്രത്യേകിച്ച് ഇന്നത്തെ ആൾക്കാർ സൈറ്റന് ഒരു കാര്യം അറിയാം. സൈറ്റന് അറിയാം നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മുടെ നല്ലൊരു ബൈബിൾ സ്റ്റഡിയിൽ ഉള്ള ആരും സൈറ്റന് അറിയാം നമ്മളെ ആരും സൈറ്റന് അവൻ്റെ ചാക്കിനകത്ത് കിട്ടത്തില്ല നരകത്തിലോട്ട് വരാൻ, ഇല്ലേ? അവന് വേണ്ടി നമ്മൾ ഒന്നും അവൻ്റെ കിങ്ഡം എക്സ്പാൻഡ് ചെയ്യാൻ നമ്മളാരും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പോകുന്നില്ല ആക്റ്റീവ്ലി. അപ്പോൾ ഇവനെന്തോ ഇവൻ്റെ അടുത്ത തന്ത്രം എന്നറിയാമോ? നമ്മളെയൊക്കെ സ്പിരിച്വലി യൂസ്ലെസ് ആക്കുക എന്നുള്ളത്, കൺഫ്യൂസ് ചെയ്ത് നമ്മുടെ ആത്മീയ വളർച്ച തളർത്തി നമ്മുടെ ഇന്നെഫക്റ്റീവ് ആക്കി തീർക്കുക. എൻ്റെ പേഴ്സണൽ ഫോക്കസ് ഇതാ. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ വേറെ 1-2 പേർക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് എൻഡ് ടൈം പ്രൊഫസിയെ പറ്റി ചർച്ച ഞങ്ങൾ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ വരുമായിരുന്നു. അപ്പം എന്താ പറയുന്നത്, ഡാനിയൽസ് 70 വീക്സും 483 years കഴിഞ്ഞതും റോമൻ എംപയറും ഗ്രീക്ക് എംപയറും എന്താ പറയുന്നത്, പോസ്റ്റ് ട്രിബുലേഷൻ ആണോ മിഡ് ട്രിബുലേഷൻ ആണോ പ്രീ ട്രിബുലേഷനിലാണോ വിശ്വസിക്കുന്നതെന്നും റെവലേഷൻ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണെന്നും ഒക്കെ ഉള്ളൊരു ചർച്ചയുണ്ടായിരുന്നു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, എന്നെ സംബന്ധിച്ച് ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ജീവിക്കാൻ ഉള്ള ഓട്ടത്തില്ല. നമ്മുടെ പ്രൊഫസിയെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മുടെ ഈ അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഇച്ചിരി ഓഫ് ആയാലും കർത്താവിൻ്റെ റാപ്ചറിൽ ഞാൻ പോകുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, കർത്താവ് ഇന്ന് വന്നാലും നാളെ വന്നാലും പോസ്റ്റ് ട്രിപ്പ് ആണെങ്കിലും മിഡ് ട്രിപ്പ് ആണെങ്കിലും പ്രീ ട്രിപ്പ് ആണെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ. പക്ഷെ എൻ്റെ പേഴ്സണൽ ചാലഞ്ച് എന്തുവാ? എൻ്റെ പേഴ്സണൽ ചാലഞ്ച് ഈസ് ടു ലേ ഹാൻഡ്സ് ഓൺ ദ സിക്ക് സോ ദാറ്റ് ദേ ഗെറ്റ് ഹീൽഡ്. ഓക്കെ, ടു ബി എഫക്റ്റീവ് ഫോർ ദ കിങ്ഡം, ടു ഓപ്പറേറ്റ് ഇൻ ദ ഗിഫ്റ്റ്സ്, ടു ബി എ ബ്ലെസ്സിങ് ടു ദ കിങ്ഡം ആണ് എൻ്റെ പേഴ്സണൽ ചാലഞ്ച്.
അപ്പം നമ്മൾ ആ ഒരു ഓട്ടത്തിൽ ഓടിയാൽ ഐ മീൻ അങ്ങനെ ഓടുമ്പം വി ഹാവ് ലോട്ട്സ് ഓഫ് തിങ്സ് അല്ലേ ടു വാക്ക് ഇൻ. സേ ഫോർ എക്സാമ്പിൾ ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. കർത്താവ് ജീവിച്ചതുപോലെ നമുക്കും ജീവിക്കാം അല്ലേ. അപ്പം നമുക്കൊരു പക്ഷേ ഈ താൽമുണ്ടും അത്ര കാര്യങ്ങളും ലോട്ട് നമ്മൾ ഒന്ന് ഡീവിയേറ്റ് ചെയ്യാതിരിക്കുന്ന മൈറ്റ് ബി വെരി സേഫ് എന്നാണ് എൻ്റെ ചിന്ത. ഓക്കെ, ഐ എം സോറി ഇഫ് ഐ പുഷ്ഡ് ഇറ്റ് ടു ഹാർഡ്. ഓക്കെ, okay, any other thoughts? Thanks for that question. Okay, അമ്മി പ്രാർത്ഥിക്കോ? കരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, വൈകാറായ സമയത്തടിയങ്ങൾക്ക് ഒരുമിച്ച് കൂടി അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കാൻ തന്ന അവസ്ഥാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വചന സത്യങ്ങളെ ഞങ്ങൾക്ക് എപ്പോഴും തിരിച്ചു തരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എന്റെ മോനെ അതിനു വേണ്ടി നീ ഉപയോഗിച്ചതിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ. കുടുംബമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട വചനങ്ങളൊക്കെയും ഞങ്ങൾ പ്രമാണിപ്പാൻ തക്കവണ്ണം നിന്റെ കൃപ വേണം കർത്താവെ. അങ്ങയുടെ കൃപയില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല കർത്താവെ. ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് ഞങ്ങളെ അങ്ങ് വിടുവിച്ചതാകുന്നുവല്ലോ. പാപവും ശാപവും എല്ലാം ഞങ്ങൾക്ക് നീക്കി തന്നതാണല്ലോ. ന്യായ പ്രമാണത്തിന് ആധാരമായിരിക്കുന്നത് വിശ്വാസമല്ല, പ്രവൃത്തിയാൽ അല്ല, വിശ്വാസത്താലാണ് ഞങ്ങൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. ഞങ്ങളെ ഓരോരുത്തരെയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. വചനം ധ്യാനിക്കുന്നതിനെ കൂടുതലായിട്ട് ആഴത്തിൽ അങ്ങേ മനസ്സിലാക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ മാനവും മഹത്വവും അവിടുന്ന് എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന എല്ലാവരെയും നിന്റെ കരങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന വചനം ധ്യാനിക്കുവാൻ, വചനം കേൾക്കുവാൻ ഞങ്ങൾ ദാഹിച്ചു വരുമ്പോൾ നീ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടത് പറഞ്ഞു തരുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോരുത്തരെ ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളെ എല്ലാവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് ഏറ്റെടുത്തിരിക്കാൻ നന്ദി പറയുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് തന്ന യേശുനാഥന്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, അപ്പം കാണാം. See you all. God bless. Okay. Thank you. Welcome, Acha.